ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറായിട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ഒട്ടകത്തിന് നമ്മൾ നെയിം ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയിം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സാൻഡി എന്നാണ്. സോ സാൻഡി എന്നാണ് നമ്മളെ കുതിരയ്ക്ക് പേരിടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഒട്ടകത്തിന് നമ്മൾ എന്തായാലും സാൻഡി എന്നാണ് പേരിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നെയിം ടാഗ് എടുക്കണം. ഇത് നമ്മളെന്തായാലും ഒരു നെയിം ടാഗ് എടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ പേരും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം. സാൻഡി അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സാൻഡി നിങ്ങൾ തന്നെയാണ് സ്പെല്ലിങ് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഒട്ടകത്തിന് നമ്മൾ സാൻഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒട്ടകത്തിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കതിന് സാഡിൽ വേണം കേട്ടോ, നമുക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ. സോ അപ്പോൾ അതായത് നമ്മൾ തൽക്കാലം നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കുതിരൻ്റെ അരിക്കൊമ്പൻ്റെ സാഡിൽ എടുക്കുകയാണ്. സോ നമ്മൾ അരിക്കൊമ്പൻ്റെ സാഡിൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സാൻഡിക്ക് ഇട്ട് കൊടുക്കാം. സോ സാൻഡിക്ക് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും സാഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് മുകളിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനു മുമ്പൊന്നും ഞാനിതുവരെ നമ്മൾ ഒട്ടകത്തിൽ യാത്ര ചെയ്തിട്ടില്ല, കുതിരപ്പുറത്തെ യാത്ര ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. സോ എന്തായാലും നമുക്ക് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ സ്പീഡ് അത്ര ഇല്ല കേട്ടോ, സ്പീഡ് കുറവാണ്. ഈ സ്പീഡ് ഉണ്ടാവില്ലേ, അത്യാവശ്യം സ്പീഡും ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്തും ഉണ്ട്. ഈ ഒരു സ്പീഡാണുള്ളത് നമ്മുടെ ഈ ഒരു ഒട്ടകത്തിന് കേട്ടോ. നമുക്ക് ഈ ഒരു സ്പീഡാണ് നമ്മുടെ ഒട്ടകത്തിനുള്ളത്. പക്ഷെ ജമ്പ് ചെയ്യാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റൂല, ജസ്റ്റ് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ കേട്ടോ. ജമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, സംഭവം കൊള്ളാം. അപ്പം എന്തായാലും നമ്മൾ സാൻഡിന് എന്തായാലും നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് തന്നെ മാറ്റിയേക്കാം കേട്ടോ, നമ്മുടെ കേജിലോട്ട് തന്നെ മാറ്റിയേക്കാം നമ്മുടെ സാൻഡിനെ. ഓക്കെ, അയ്യോ അവനിപ്പോൾ ഇറങ്ങിപ്പോവല്ലോ. ഇറങ്ങിപ്പോവാതെ ഞാൻ ഇറങ്ങിപ്പോരുത്. ഓക്കെ എണ്ണം ഇറങ്ങി ഓടുന്നു, ഡോറങ്ങ് അടിച്ചേക്കട്ടോ. എനിക്ക് അണ്ണനെ ഇറങ്ങി ഓടും, അതുകൊണ്ട് തന്നെ ഡോറ് അടിച്ച് വെച്ചേക്കാം. അണ്ണൻ ഇറങ്ങി ഓടാൻ പോകുന്നു. എന്തായാലും നമ്മളെ ജസ്റ്റ് ഈ ഒരു സാഡിലും കാര്യങ്ങളും ഊരി വെച്ചേക്കാം. നമ്മളെന്തായാലും ഒട്ടകത്തിന് എന്തായാലും നമ്മൾ അത്ര യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് നമുക്ക് എലൈറ്റർ ഉണ്ട്, പിന്നെ അവന്മാരെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ നമ്മളെ മൂഡ് പോലെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ സ്റ്റോറേജ് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സെറ്റാക്കിയിട്ടൊന്നുമില്ല, നമ്മൾ ഐറ്റംസ് ഒന്നും കൊണ്ട് വെച്ചിട്ടില്ലെന്നാണ്. ഓക്കെ, കുറച്ച് ഐറ്റംസ് ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിലുള്ള നമ്മുടെ മുകളിലുള്ള വീട്ടിലുള്ള ചെസ്റ്റിലുള്ള ഐറ്റംസ് ഒന്നും എന്തായാലും നമ്മൾ ഇതിലേക്ക് വെക്കുന്നില്ല. നമ്മൾ കിട്ടുന്ന പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറേജ് റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുകളിലുള്ള ഐറ്റംസ് ഒക്കെ എന്തായാലും നമ്മൾ അവിടെ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് കിട്ടുന്ന പുതിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിലോട്ട് മാറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ പരിപാടിയിലേക്ക് എടുക്കാം കേട്ടോ. ചെറിയൊരു വീഡിയോ ആവാനാണ് ചാൻസ്, ചെറിയൊരു ബിൽഡാണ്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാച്ചസ് ഉണ്ട്. ഈ ഒരു ക്യാച്ചസും കാര്യങ്ങളും നമ്മൾ ഫാം ചെയ്യാൻ പോവാണ്. ഒരു ഓട്ടോമാറ്റിക് ക്യാച്ചസ് ഫാമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ വീറ്റ് ഫാമൊക്കെ നല്ല രീതിക്ക് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഇത് എടുത്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തോട്ട് പോകാം കേട്ടോ. സാൻഡ് ആവശ്യമുണ്ട് നമുക്ക്. എന്തായാലും നേരെ നമ്മുടെ എലക്ട്രിക് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സാൻഡും കാര്യങ്ങളും എടുത്തുകൊണ്ട് വരണം. സോ ഇവിടെ കുറച്ച് സാൻഡ് ഉണ്ട് കേട്ടോ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ചങ്ങ് കളക്ട് ചെയ്യാം. കുറച്ച് മതിയാവും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്യാച്ചസ് നമുക്ക് ഈ ഒരു മണലിൽ മാത്രമേ നമുക്ക് നടാൻ പറ്റുള്ളൂ, വേറെ എവിടെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ക്യാച്ചസ് ഫാം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടകത്തിന് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാച്ചസ് ആണ് ഇതിന് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള കാരണം. വേറെ എന്തൊക്കെയൊക്കെ യൂസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിഞ്ഞൂടാ. ക്യാച്ചസ് വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ എന്തായാലും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഫാമും നമ്മൾ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി സെറ്റാക്കുന്നത്. സോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫാമുകൾ നമ്മൾ സെറ്റാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിൽ നമ്മൾ 1.5 സ്റ്റാക്ക് നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ
വില്ലേജിലോട്ട് തന്നെ പോവാം. നമ്മളെന്തായാലും തിരിച്ചിവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു സാൻഡിൻ്റെ നമ്മുടെ ക്യാച്ചസ് ഫാം സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ക്ലിയർ ചെയ്തെടുക്കുക. സ്ഥലവും കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്ത് സെറ്റാക്കാം കേട്ടോ. കുറച്ച് സ്ഥലം മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ കൂടി ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി റെഡിയാക്കാനുണ്ട്. കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. സോ നമുക്ക് എന്തായാലും നേരെ ബേസിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് വുഡ് എടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വുഡ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. വുഡ് സത്യം പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ബാംബു ഫെൻസ് കുറച്ച് ആവശ്യമുണ്ട്. അതെന്നാലും നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ടാണ്. സോ എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. ഒന്ന് സ്ലീപ്പും ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് വാട്ടർ ബക്കറ്റും ആവശ്യമുണ്ട്. സോ കുറച്ചധികം വാട്ടർ ബക്കറ്റ് ആവശ്യമുണ്ട്. കുറച്ച് വാട്ടർ ബക്കറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സോ പിന്നെ ഹോപ്പർ വേണമല്ലേ, ഹോപ്പറും ചെസ്റ്റും വേണം. സത്യം പറഞ്ഞാൽ ഞാനിവിടെ മറന്നുപോയി. സോ കുറച്ച് ചെസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നൊരു സ്ലീപ്പും ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ ചെസ്റ്റ് സെറ്റാക്കണമെങ്കിൽ സ്റ്റോറേജിനുള്ള ഒരു സംഭവം കൂടി റെഡിയാക്കണം. സോ എന്തായാലും നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് ഐറ്റംസ് കൂടി റെഡിയാക്കാം കേട്ടോ. ഓക്കെ, വുഡ് ഉണ്ട്. 2 ചെസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ചെസ്റ്റ് കൂടി റെഡിയാക്കാം. ഇനി നമുക്കൊരു ഹോപ്പർ റെഡിയാക്കണം. എന്നാലും നമ്മൾ ബിൽഡ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 11x11 ബ്ലോക്സ് നമുക്ക് വീതിയൊന്നും നീളം നമുക്ക് 11 ബ്ലോക്സാണ് വെക്കേണ്ടത്. ഫസ്റ്റ് എന്തായാലും നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11. ഇനി അങ്ങോട്ട് നമുക്ക് 11 ബ്ലോക്ക് വെക്കണം. 2 3 4 5 6 7 8 9 10 11. ഓക്കെ, ഇനി ഫുള്ള് നമുക്ക് കവർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ 11 ബ്ലോക്ക് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ ഒഴിക്കാന്നുള്ള പരിപാടിയാണ്. 4 ബക്കറ്റ് വാട്ടറാണ് നമുക്ക് ആവശ്യം. സോ ചുറ്റും നമുക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും. ആൻഡ് ഫൈനലി ഈ ഒരു സൈഡിലൂടെ ഒഴിക്കാം. അപ്പം നമുക്ക് നടുക്കൊരു സംഭവം വരും. ഓ, ഈ അയങ്കോളം പ്രശ്നമായല്ലോ. ഓ ഗെറ്റ് ഔട്ട്. പുറത്ത് കിടക്കൂ. ഓക്കെ, റൈറ്റ്. എവിടെയും കൂടി വാട്ടർ ഒഴിക്കാം കേട്ടോ. ഇനി എന്തായാലും നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്തിട്ട് വരണം. അപ്പോൾ സിമ്പിൾ ഒരു ഫാമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫാമാണ്. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ സ്ലീപ്പ് ചെയ്യാം. ഇവിടെ ബെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്ലീപ്പ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി ബിൽഡ് ചെയ്യാം കേട്ടോ. മിക്കവാറും അയൻകോളം വീണ്ടും ഇതിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് താഴോട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെയാണ് നമ്മളൊരു സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പൊട്ടിച്ചിട്ട് ചെറിയൊരു ഏരിയ സെറ്റ് ആക്കാം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഇവിടെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഹോപ്പർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയല്ലല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു ചെസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഹോപ്പർ വെക്കാം കേട്ടോ. ഹോപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. കണക്റ്റഡ് ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് വാട്ടർ ബക്കറ്റ് വെച്ച് നോക്കാം. സംഭവം കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെസ്റ്റ് ഒന്ന് വലുതാക്കിയാൽ കേട്ടോ. ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, സംഭവം സെറ്റാണ്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മൈൻഡ് ചെയ്തിട്ട് മുകളിലോട്ട് കയറാനുള്ളൊരു സംഭവം സെറ്റാക്കണം. ഇത് എവിടെയാണോ കയറാനാകുക എന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഒന്നും വാട്ടർ ഇല്ലല്ലോ.
മിക്കവാറും അവിടെ വാട്ടർ ഉണ്ട്. ഓക്കെ, സംഭവം സെറ്റാണ്. സോ ഇതും കൂടി ജസ്റ്റ് പൊട്ടിച്ചേക്കാം കേട്ടോ. മുകളിലും കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, സംഭവം സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടോർച്ച് കൂടി സെറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മോബൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് കയറാൻ ഒരു ലാഡർ സെറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റെപ്പ് സെറ്റ് ആക്കിയാലും മതി. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ, അത് നല്ലത് ഉണ്ട്. സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാനുള്ള സെറ്റപ്പ് കൂടി റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മളെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു ഏരിയ കേട്ടോ. ഓക്കെ, സെറ്റാണ്. സോ ഇനി എന്തായാലും നമുക്ക് സംഭവം ഇനിയെന്ന് പറയുമ്പോൾ നമുക്ക് നടാനുള്ള പരിപാടിയാണ്. ഇവിടെ ആയിട്ടൊരു സാൻഡ് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 ബ്ലോക്ക് വിട്ടിട്ടാണ് സാൻഡ് സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരു ബ്ലോക്ക് വിട്ടാൽ കിട്ടും. ഇവിടെ ഒരു സാൻഡ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 2 ബ്ലോക്ക് വിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാം, മുകളിലോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം സംഭവം. ഇനി നമ്മൾ ക്യാച്ചസ് നടാന്നുള്ള പരിപാടിയാണ്. സോ എല്ലാ സാൻഡിലും നമ്മൾ ക്യാച്ചസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഒരു ക്യാച്ചസ്, ഇവിടെ ഒന്ന്. ഓ, ഡാമേജ് എടുക്കില്ല, ഇതിൻ്റെ മുള്ള് കൊണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഡാമേജ് എടുക്കുന്നുണ്ട്. ഓ ബ്രോ, അപ്പോൾ നമ്മൾ കയ്യിലുള്ള ക്യാച്ചസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാച്ചസ് വേണമെങ്കിൽ മിക്കവാറും മരുഭൂമിയിലേക്ക് പോകേണ്ടി വരും, എന്നാലേ ക്യാച്ചസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിലുള്ള ക്യാച്ചസ് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എന്തായാലും ഇത് വളർന്നു വന്നിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്കി സ്ഥലത്തൂടി നമുക്ക് നട്ടു കൊടുക്കണം. നമുക്ക് എന്തായാലും ഫെൻസ് എടുത്തിട്ട് അതുകൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഫെൻസ് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യണം. സോ ഇവിടാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫെൻസാണ് കേട്ടോ. അത് വർക്ക് ചെയ്യാൻ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഫെൻസാണ്, എന്നാലേ സംഭവം വർക്കാവുള്ളൂ. വർക്കിംഗ് ആവണമെങ്കിൽ സംഭവം കാര്യങ്ങളൊക്കെ വളർന്ന് വരണം കേട്ടോ, എന്നാലേ സംഭവം വർക്കാവുള്ളൂ. സോ അപ്പോൾ നമ്മളെല്ലായിടത്തും ഫെൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും കൂടി കുറച്ച് നടാനുണ്ട്. നമ്മുടെ ക്യാച്ചസ് കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാച്ചസ് കയ്യിലില്ലാത്തത് തന്നെ നമ്മൾ നടുന്നില്ല കേട്ടോ. ഇപ്പം എന്തായാലും നമ്മുടെ ഫാമും കാര്യങ്ങളും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് നമ്മൾ വളർന്നു വന്നാലേ സംഭവം വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. മുകളിലൊരു ബ്ലോക്ക്, നമ്മുടെ സൈഡിലൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ സോ ഇത് ഒരു ലെയറും കൂടി വലുതാവും. ഒരു ക്യാച്ചസ് ഒരു ലെയർ കൂടി വലുതാവുമ്പോൾ സംഭവം കട്ടാവുന്നതായിരിക്കും. കട്ടാവുന്ന നേരെ ക്യാച്ചസ് ഈ ഒരു വാട്ടറിലൂടെ ഒഴുകി ഇങ്ങനെ നമ്മളാ ഒരു കോപ്പറിലേക്ക് വന്ന് പോകുക, നേരെ നമ്മളെ ചെസ്റ്റിലേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. സ്റ്റെപ്പ് പോലെ നമുക്ക് ഇനി എത്ര വേണേലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നമുക്കത് സെറ്റ് ചെയ്യണം. സോ ഇപ്പം എന്തായാലും നമുക്ക് ഇത്ര മതിയാവും. ക്യാച്ചസ് നമുക്ക് അത്ര ആവശ്യം വരുന്നൊരു സംഭവമല്ല. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ള കേസ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആവുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും നല്ല അടിപൊളി ബിൽഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്ത് ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ഫാം ചെയ്യണം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ള കേസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.